ഒരു ത്രോട്ട് സ്പെഷ്യലിസ്റ്റിനെ കാണണമായിരുന്നു. തൊണ്ടയ്ക്ക് അങ്ങനെ കാര്യമായിട്ട് രോഗമൊന്നുമില്ല, വെറുതെ ഒരു ചെക്കപ്പ്. രോഗമുണ്ടോ ഇല്ലയെന്ന് നിങ്ങളല്ല ഡോക്ടറെ തീരുമാനിക്കേണ്ടത്. വെരി കറക്റ്റ്. ഇത് പലർക്കും അറിയില്ല. സ്പെഷ്യലിസ്റ്റ് ആരെന്ന് പറഞ്ഞില്ല. ഡോക്ടർ നമ്പ്യാരെ കണ്ടാ മതി. ആ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഡോക്ടർ നമ്പ്യാരായിരിക്കും ബെസ്റ്റ് എന്ന്. ഈ നമ്പ്യാർ എന്ന പേരുണ്ടെങ്കിൽ തന്നെ ആള് വളരെ എഫിഷ്യന്റ് ആയിരിക്കും. കേട്ടിട്ടില്ലേ? കുഞ്ചൻ നമ്പ്യാർ, എം എൻ നമ്പ്യാർ. നിങ്ങളുടെ പേര് പറഞ്ഞോളൂ. അയ്യോ, ഞാനല്ല പേഷ്യന്റ്, ഇവനാ. കുഞ്ഞിനാലും ഒരു കരപ്പം വന്നതിന് ശേഷം എനിക്ക് ഇവന് അസുഖങ്ങളെ വന്നിട്ടില്ല. എന്റെ ബോഡി. പേഷ്യന്റിന്റെ പേര് പറയൂ. ജോൺസൺ. ജോജോ ജോൺസണോ? അല്ല, വെറും ജോൺസൺ. ഇനീഷ്യൽ? ഓ, ഇനീഷ്യൽ? ഓ. ഇനീഷ്യൽ എന്താണെന്ന്? അതാ പറഞ്ഞത്. ഓ, ഔസേപ്പച്ചന്റെ ഓ. 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 വയസ്സെത്രേ? 21. ഇവിടുത്തെ രജിസ്ട്രേഷൻ ഫീസ് 300 രൂപയാണ്. എത്ര? 300. വെറുതെ അല്ല ഇവിടെ വന്നതിന് ശേഷം പലർക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ചേട്ടാ, ചേട്ടൻ എന്തിനാണ് എന്റെ പേര് മാറ്റി പറഞ്ഞത്? എടാ മണ്ട, ഒരു സിനിമയിലെ പാടിയിട്ടുള്ളെങ്കിൽ നീ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. പ്രശസ്ത പിന്നണി ഗായകനായ റാഫേലിന് തൊണ്ടയ്ക്ക് അസുഖം എന്ന് പറഞ്ഞാൽ അത് നിന്റെ കരിയറിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അല്ലെങ്കിൽ തന്നെ പുതുതായിട്ട് വരുന്ന പിന്നണി ഗായകരെ എങ്ങനെ ഒതുക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക ആൾക്കാർ. അതുകൊണ്ട് ആ ചികിത്സയൊന്നും മദ്രാസിൽ വേണ്ടാന്ന് വെച്ചത്. ഏതെങ്കിലും പത്രക്കാരോ സിനിമക്കാരോ അറിയുന്നതിന് മുമ്പ് ചികിത്സയും കഴിഞ്ഞ് നമുക്ക് സ്ഥലം വിടാം. അതുകൊണ്ട് ഇനി മുതൽ നീ റാഫേൽ അല്ല, ജോൺസനാ. മനസ്സിലായോ ജോൺസൺ? കറക്റ്റ്. ഓ ജോൺസൺ. അതൊക്കെ ആൾക്കാർ പറഞ്ഞ് പരത്തുന്നതല്ലേ. അവൻ ഒരു അസുഖവും ഇല്ലായിരുന്നു, വെറുതെ ഒരു തൊണ്ടവേദന തുടങ്ങിയതാ. പരിശോധിച്ചപ്പോ തന്നെ ഡോക്ടർക്ക് സംശയം തോന്നി, അഡ്മിറ്റ് ചെയ്യാനും പറഞ്ഞു. 1-2 ആഴ്ച കഴിഞ്ഞ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നപ്പോഴാ അറിയുന്നത് തൊണ്ടയിൽ ക്യാൻസർ ആണെന്ന്. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? എന്നിട്ടിപ്പോ എങ്ങനെയുണ്ടാകാൻ? ഓപ്പറേഷൻ കഴിഞ്ഞതോടെ കഴുത്തിന്റെ നീളം 2 ഇഞ്ച് കുറഞ്ഞു. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതായി. വേദനയെന്ന് പറഞ്ഞാ എന്തൊരു വേദന! രോഗികളുടെ മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് ചെറ്റത്തരാ. നിങ്ങൾക്ക് വല്ല സംസാരിക്കണമെങ്കിൽ വല്ല മൂത്രപ്പുരയിലും പോയി സംസാരിക്കണം. അതല്ല ആശാനെ, ഈ പറഞ്ഞ കക്ഷി ഇന്നലെ മരിച്ചു, അതുകൊണ്ട് പറഞ്ഞതാ. എങ്ങനെയുണ്ട് സിസ്റ്റർ? എന്ത്? അല്ല, അകത്തെ പേഷ്യന്റ്. ഓ, അതാണോ? നമ്മൾ പേഷ്യന്റ് ആരാ? സുഹൃത്തെന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. സഹോദരങ്ങളെ പോലെയാ ഞങ്ങള്. ഞങ്ങള് അത്രയ്ക്ക്. എന്താ പേര്? അടിപൊളി. തല്ലിപ്പൊളിയോ? അല്ലല്ല, അടിപൊളി. ഈ സെഞ്ചുറി ഗാനമേള ട്രൂപ്പില് മാപ്പിള പാട്ടുകളും തമിഴ് പാട്ടുകളും ഒക്കെ പാടുന്ന അടിപൊളി അയ്മുട്ടിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അയ്യോ, ഞാൻ കേട്ടിട്ടില്ല. അത് ഞാനാണ്. ട്രൂപ്പിന്റെ ഓണറും കൂടിയാണ്. അത് ശരി. അതിന് ഞാനിപ്പോ എന്താ വേണം? അല്ല, റാഫ് ജോൺസൺ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ല. റാഫ് ജോൺസണോ? അല്ല, ഓ ജോൺസൺ, അകത്തെ. ഓ, അങ്ങനെ ഒന്നും പറയാറായിട്ടില്ല. ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് വേണ്ടി വരും. കുറച്ച് ദിവസം ഇവിടെ കിടക്കേണ്ടിയും വരും. ഇതാണ് റൂം. ഐശ്വര്യമായിട്ട് കയറി കിടന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ വന്ന് ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഇതൊരു ഹോസ്പിറ്റലാണെന്നും നീ ഒരു രോഗിയാണെന്നും ഉള്ളതൊക്കെ അങ്ങ് മറന്നേക്ക്. എനിക്കെന്താ അസുഖം? കൊടച്ചക്രം. പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു അസുഖമില്ല, ജസ്റ്റ് ചെക്കപ്പ്. ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ നമ്മൾ റൂം എടുത്തിരിക്കുന്നു. ആ ഒരു മൂഡിൽ അനങ്ങാതെ അങ്ങ് കിടന്നാ മതി. വലിയ വിശേഷം ചോദിക്കാനും വർത്തമാനം പറയാനും നിൽക്കണ്ട. മനസ്സിലായോ? ഗോപാൽജി, ഗോപാൽജി, ഞാൻ നിന്നെ വിളിക്കാൻ പോയായിരുന്നു. ഞാനൊന്ന് സുഖമായിട്ട് ഉറങ്ങി. എടാ, 500 കിലോമീറ്റർ വണ്ടി ഓടിച്ചപ്പോഴേക്കും നീ ഉറങ്ങിപ്പോയോ? 500 കിലോമീറ്ററോ? ഇവിടുന്ന് കമ്പം വരെ 650 കിലോമീറ്റർ ഉണ്ട്, അറിയാം? അതെ, 650 കിലോമീറ്റർ ഉണ്ട്. അതിൽ 150 കിലോമീറ്റർ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ പിന്നെ ഈ വണ്ടി ആരോടിച്ചു? ഞാൻ ഓടിച്ചു. അയ്യോ, ആയിസറാത ശവൻ എന്നെ കിട്ടില്ല. ഇനി ശവത്തിന്റെ കൂടെ കൂട്ടിരുന്ന പരിപാടി വേണ്ട, ഞാൻ നിർത്തി. എടാ, നീ അങ്ങനെ പറയൂ. ഈ ശവത്തിന്റെ കൂടെ ഒറ്റയ്ക്കിരുന്ന് യാത്ര ചെയ്യാൻ എനിക്ക് പേടിയാന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ. എടാ, വെറുതെ അല്ല, നിനക്ക് കഞ്ഞിയും കപ്പയും ചോറും ബ്രാൻഡി 50 രൂപ തരുന്നില്ലേ? അതൊക്കെ ശരിയാ. രാവിലെ തന്നെ നീ വൃത്തിയായിട്ടവനെ കുടിക്കല്ലേ? നീ മദ്യം പേസ്റ്റ് ആക്കല്ലേ?
എടാ മദ്യം വേസ്റ്റ് ആക്കല്ലേ. അങ്ങനെ ഇന്നത്തെ പല്ല് തേപ്പും കുളിയും കഴിഞ്ഞു. എടാ നിനക്ക് എന്തെങ്കിലും ഒന്ന് കുളിച്ചൂടെ? ഒരാഴ്ച ആയില്ലേ കുളിച്ചിട്ട്? വേണമെങ്കിൽ 2 കെട്ട സോപ്പ് ഞാൻ വാങ്ങിച്ചു തരാം. സോപ്പും ഡ്യൂട്ടിക്ക് സമയമായി പോട്ടെ. നല്ലൊരു ചെറുപ്പക്കാരൻ, കാണാനും നല്ല ഭംഗി, നല്ല ആരോഗ്യവും. ഇവനൊന്ന് കുളിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് ആകാമായിരുന്നു. ഇയാൾക്ക് വസ്ത്രം മാറാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ? ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഞാൻ വാൺ ചെയ്യുന്നത്? മാഡമോ മറ്റോ വന്നത് കണ്ടിരുന്നെങ്കിൽ ഞാൻ സഹിക്കില്ല. ഇത് സ്നേഹലതയല്ലേ കണ്ടുള്ളൂ. എന്നാലും തെറ്റ് സമ്മതിച്ചു കൊടുക്കരുത്. ചെയ്തു പോയത് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ പ്രായച്ചിത്തമായി എന്നെ തന്നെ വിവാഹം കഴിച്ചോളൂ. അയ്യടാ, വിവാഹം കഴിക്കാൻ പറ്റിയ ഒരു സ്പെസിമൻ. ഈ സ്പെസിമിൻ എന്താണ് ഒരു കുഴപ്പം? കുഴപ്പങ്ങളേ ഉള്ളൂ. ആ. അതെ, ഒരു അറ്റൻഡർക്ക് അറ്റൻഡറേതായ സ്വപ്നങ്ങൾ മാത്രം മതി. ആ സ്വപ്നങ്ങളിലെ എല്ലാം നായിക സ്നേഹലത തന്നെയാണ്. അത് തല്ലുകൊള്ളാത്തതിന്റെ അസുഖമാണ്. ആ. അതെ, എന്റെ ജാതകത്തിൽ കോടീശ്വരനായ ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ദിവസത്തേക്കായിരിക്കും. ഒരുമാതിരി അനാവശ്യം പറയരുത്. ഡ്യൂട്ടി സമയത്ത് ഞാൻ തുണി മാറിക്കൊണ്ട് നടന്നാൽ മതിയോ? ഈ ബില്ല് കൊണ്ടുവന്ന് 204 കൊണ്ടിട്ട് സി ബ്ലോക്കിലേക്ക് പോകുന്നുള്ളൂ. സ്നേഹലതേ, സ്നേഹലതേ. ഓ, ഈ പെൺകുട്ടിക്ക് ആരാണ് സ്നേഹലത എന്ന് പേരിട്ടത്? അച്ചടി ഭാഷയെ അടക്കമില്ലാത്ത പ്രകൃതം. എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹലതേ. ഇപ്പൊ വെടി തീർന്നേനെ. ഓർമ്മശക്തി ഉണ്ടാകാനും ശബ്ദം നന്നാകാനും ഒക്കെ ഓറഞ്ച് നല്ലതാണെന്നാണ് പറയുന്നത്. എന്നാരാ പറഞ്ഞത്? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? ചൂടോടെ ഒരെണ്ണം കഴിച്ചു നോക്ക്. വെയ്, ഇതിലൊന്ന് വെയ്. ഹലോ ഹലോ എന്ന് വിളിക്കാൻ ടെലിഫോണിൽ സംസാരിക്കാം. സാർ, അത് സാർ എന്ന് വിളിക്കാൻ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ചേട്ടാ, ചേട്ടാന്ന് വിളിക്കാൻ ഞാൻ തന്നെ ബന്ധുവാണോ? ബ്ലഡി ഫൂൾ. സർ, അല്ല, എന്നൊക്കെ ഡോക്ടേഴ്സ് അറ്റൻഡേഴ്സിനെ വിളിക്കുന്ന കേൾക്കുമ്പോ എന്റെ മനസ്സ് വല്ലാതെ വിഷമിക്കും. ഞാൻ എന്താ വിളിക്കേണ്ടത്? ഗോപാൽജി എന്ന്. ആ, ഗോപാൽജി. ഈ ECG എന്തിനാ എടുക്കുന്നത്? അസുഖം തൊണ്ടയ്ക്കല്ലേ? തൊണ്ടയും ഹൃദയവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഹൃദയം തകരാറിലായാൽ മൊത്തത്തിലെല്ലാം തകരാറിലാകാം. ECG, സ്കാനിങ്, എക്സ്റേ, കൾച്ചറിങ്, ബയോപ്സി. ഇനി ഏതെങ്കിലും മെഷീൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് കൂടെ എഴുത്. പാവങ്ങൾ എങ്ങനെ കഴുത്തറക്കരുത് കേട്ടോ. പാവങ്ങൾക്ക് വേണ്ടി സർക്കാർ ആശുപത്രിയുണ്ട്. ഇത് സമ്പന്നന്മാർക്ക് വേണ്ടി സമ്പന്നന്മാർ പണിത 5 സ്റ്റാർ ഹോസ്പിറ്റൽ. മാരകമായ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ ഇതുപോലെ നിരവധി ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. അഹങ്കാരം ലേശം കുറയ്ക്കണം കേട്ടോ. പേഷ്യന്റ് അല്ല നോക്കത്തില്ല, തനിക്കും ടെസ്റ്റുകൾ എഴുതി തരും. മറ്റേ കല്ല് പൊട്ടിക്കുന്ന ടെസ്റ്റ് അറിയോ? നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ട. ഈ ടെസ്റ്റുകളൊക്കെ അവരുടെ ഓരോ ബിസിനസ് ട്രിക്കുകളാ. ബില്ല് എത്രയാ? 260. പിന്നെ ഒരു 0 കൂടെ ഉണ്ട്, 2600. അത് കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ദേ, ഇങ്ങനെ വെറുതെ മൂടോട്ടായിട്ടിരിക്കരുതേ. ആ, കുറച്ചു നേരം പാട്ട് കേട്ടോണ്ടിരിക്കും. നീ പാടിയ കാസറ്റ് തന്നെ ഉണ്ട്. ഞാൻ പോയി ബില്ലൊന്ന് അടച്ചിട്ട് വരാം. ഓക്കെ? സോറി ഡോക്ടർ. സാരമില്ല, കേട്ടോളൂ. വോളിയം കൂടാതിരുന്നാ മതി. ക്ലാസിക്കൽ മ്യൂസിക് വളരെ ഇഷ്ടമാണല്ലേ? അതെ. എന്താ പേര്? ജോൺസൺ. അപൂർവ രാഗത്തിലുള്ള ഈ കീർത്തനം ആര് പാടിയതാണെന്ന് അറിയോ ജോൺസന്? ഒരു പുതിയ ഗായകനാ, റാഫേൽ. റാഫേലിന്റെ ഒരു കച്ചേരിയുടെ കാസറ്റ് ഞാൻ ഈ അടുത്തിടയ്ക്ക് കേട്ടു. റിയലി ഫാന്റാസ്റ്റിക്. ഡോക്ടർക്ക് ശാസ്ത്രീയ സംഗീതം ഇഷ്ടമാണോന്നോ? നല്ല കാര്യായി. ഒരു സംഗീതജ്ഞയാകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്ത് ചെയ്യാം, ഡോക്ടറായി പോയി. ഡോക്ടർ നമ്പ്യാരുടെ പേഷ്യന്റ് ആണല്ലേ? അതെ. എന്താ അസുഖം? തൊണ്ടയ്ക്കൊരു ചെറിയ വേദന. ആ, എന്ത് അസുഖത്തിനും സംഗീതം ഒരു നല്ല മരുന്നാ. ഗുഡ് മോർണിംഗ്. പാട്ട് വെക്കാൻ എന്താ ഉത്സവപ്പറമ്പോ? വോളിയം കുറച്ച് വെച്ചോളാൻ ഇപ്പൊ പോയ ഡോക്ടർ പറഞ്ഞു. താൻ ഡോക്ടർ സുബ്ബലക്ഷ്മിയുടെ പേഷ്യന്റ് അല്ല, എന്റെ പേഷ്യന്റ് ആണ്. ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. മനസ്സിലായോ? നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ ശത്രുക്കളെ പോലെ പെരുമാറാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഒരു ഡോക്ടർ പാലിക്കേണ്ട സാമാന്യ മര്യാദ അതുപോലും സുബ്ബലക്ഷ്മി മറക്കുന്നു. ലുക്ക്, തന്റെ ഭാര്യയാണെന്നുള്ള ഒരൊറ്റ കൺസിഡറേഷൻ കൊണ്ടാണ് ഞാനതൊക്കെ സഹിക്കുന്നത്. സ്വന്തം ഹോസ്പിറ്റലാണെന്ന് കരുതി മറ്റുള്ളവരെങ്ങനെ തരം താഴ്ത്തരുത്. നമ്പ്യാരുടെ പേഷ്യന്റ് മുറിയിൽ സുബ്ബലക്ഷ്മിക്ക് എന്താ കാര്യം? ഓ, അപ്പോഴേക്ക് MDയുടെ അടുത്ത് കംപ്ലൈന്റ് എത്തിക്കഴിഞ്ഞോ? മിസ്റ്റർ നമ്പ്യാർ, നിങ്ങളുടെ പേഷ്യന്റിന്റെ മുറിയിൽ ഒരു വിസിറ്റർ എന്ന നിലയിലാണ് ഞാൻ കയറിയത്. അവിടെ വിസിറ്റേഴ്സിനെ നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ. ആ റൂമിൽ പാട്ട് വയ്ക്കാൻ എന്തിനു അനുവാദം കൊടുത്തു? ആ വാർഡിൽ പല ഹൃദ്രോഗികളും ഉള്ളതാണ്. അല്പം സംഗീതം കേട്ടതുകൊണ്ട് ആരുടെ ഹൃദയം അങ്ങനെ പൊട്ടിപ്പോകുന്നില്ല. സംഗീതം കൊണ്ട് രോഗങ്ങൾ വരെ മാറ്റാൻ കഴിയുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. പരീക്ഷണങ്ങളൊക്കെ സ്വന്തം രോഗികളുടെ അടുത്ത് മതി.
എന്റെ പേഷ്യന്റ് വെറുതെ വിട്ടേക്കൂ. ഇറ്റ്സ് എ റിക്വസ്റ്റ്. എന്താ ലക്ഷ്മി ഇത്? അയാൾക്ക് കോംപ്ലക്സാ, അല്ലെങ്കിൽ എന്നോടുള്ള ഒരു തരം പ്രൊഫഷണൽ ജലസ്, അത്രേ ഉള്ളൂ. നമ്പ്യാരുടെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? കൂടെ പഠിച്ചിരുന്ന ഫ്രണ്ട്സിനെ സ്റ്റാഫാക്കി വെച്ച് എങ്ങനെയൊക്കെ ഇരിക്കും. ഓക്കെ, ലീവ് ഇറ്റ്. ഹലോ ഹലോ, ഞാൻ ഐമൂട്ടിയാണ്. മമ്മൂട്ടിയോ? മമ്മൂട്ടിയും ചമ്മട്ടിയൊന്നുമില്ല, ഐമൂട്ടി. സെഞ്ചുറി ഗാനമേള ട്രൂപ്പിന്റെ ഓണർ, അടിപൊളി ഐമൂട്ടി. ട്രൂപ്പ് വൈകാതെ കൃത്യസമയത്തിന് എത്തിയേക്കണം. വെറുതെ സംഘാടകർക്ക് ടെൻഷൻ ഉണ്ടാക്കരുത്. ചേട്ടാ, ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. നാളത്തെ ഗാനമേള ഒരു 2 ആഴ്ചത്തേക്കൊന്ന് മാറ്റി വെക്കണം. വെറുതെ തോന്നിവാസം പറയരുത്. നാടടുത്ത് ടിക്കറ്റ് വിട്ടിരിക്കുക. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഏട്ടാ. റാഫേല് ഒരു ആഫ്രിക്കൻ പര്യടനത്തിന് പോയതാ. ആക്ച്വലി ഇന്നത്തെ ഫ്ലൈറ്റിൽ എത്തേണ്ടതാ. പക്ഷെ ഒരു കുഴപ്പം പറ്റി. അതെ, ഗാനമേളയില് അവൻ AR റഹ്മാന്റെ 1-2 അടിപൊളി പാട്ടുകൾ പാടിയായിരുന്നേ. അത് കേട്ടിട്ട് കാട്ടുവർഗക്കാര് അത് അവരുടെ പാട്ടാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവനെ കൊണ്ട് പാടിച്ചുകൊണ്ടിരിക്കുക. അടുത്ത ആഴ്ച വിടും. അഭ്യാസമൊക്കെ കയ്യിൽ വെച്ചിട്ടേ മതി. നാളെ കൃത്യസമയത്ത് പ്രോഗ്രാം നടത്തിയില്ലെങ്കിൽ നിന്റെ ഒക്കെ കൈ കാലം തല്ലി ഒടിക്കുള്ളൂ. ഹലോ, പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും തല്ല ഉറപ്പായി. ഹലോ, കാശ് തന്നില്ലായിരുന്നല്ലേ? നാളത്തെ ഗാനമേള മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് സംഘാടകർ സമ്മതിക്കുന്നില്ല. മിക്കവാറും അവരുടെ തല്ലുകൊണ്ട് ഞാനും ഇവിടെ അഡ്മിറ്റ് ആവുന്ന ലക്ഷണമാണ് കാണുന്നത്. ഞാൻ കാരണം ചേട്ടനാകെ ബുദ്ധിമുട്ടായല്ലേ? പോടാ അവിടുന്ന്. ഒരാഴ്ച കഴിഞ്ഞാൽ നിന്റെ ഈ അസുഖം മാറില്ലേ? പിന്നെ നമുക്ക് ഡെയിലി ഗാനമേള റെക്കോർഡിംഗ് ആയിരിക്കില്ലേ? ഇതാ വരുന്നു വെള്ള പാന്റ് ഇട്ട് വിധി വേഷം. എന്തെങ്കിലും പറഞ്ഞോ? അല്ല, ഇത് എവിടുന്ന് കിട്ടിയെന്ന്? ആ, ഇത് അടുത്ത മുറിയിൽ നിന്ന് സംഘടിപ്പിച്ചതാ. ദാ, ഇനി ശബ്ദം പുറത്ത് കേൾക്കുന്ന പരാതി വേണ്ടല്ലോ. പിടിച്ചോളൂ. താങ്ക്സ്. ഇതിനും ബില്ല് വരുമോ? ചിലപ്പോ വന്നിരിക്കും. ടെസ്റ്റിന്റെ ഫീസ് അടച്ചോ? അടച്ചു. എന്താ പുതിയ ബില്ല് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? അത് പിന്നാലെ വന്നോളൂ. തൽക്കാലം അടച്ച ഫീസിന്റെ റെസിപ്റ്റ്സ് അക്കൗണ്ട് സെക്ഷനിൽ കൊടുക്കണം. ചേട്ടൻ അങ്ങോട്ടല്ലേ പോകുന്നത്? ഇതൂടെ കൊടുത്തേക്ക്. ചുമ്മാ ചോറിയും കുത്തി ഇവിടെ ഇരിക്കുകയല്ലേ? കൊണ്ടുപോയി കൊടുക്കണോ? എനിക്ക് 307 പേഷ്യന്റിന് എനിമ കൊടുക്കണം. ഞാൻ തന്നെ സെർവന്റ് ആണോ? ഒരു മനുഷ്യ പറ്റില്ലാത്ത വർഗം. ആദ്യം ഇവനൊക്കെ എനിമ കൊടുക്കേണ്ടത്. ഞാൻ കേട്ടോ? അല്ല, പേഷ്യന്റ് ആണോ അല്ലയോ നോക്കത്തില്ല, തനിക്കും തരും എനിമ. എന്താടോ? ഞാൻ ഇത് കൊടുത്തേറ്റ് വേഷം കെട്ടരുത് കേട്ടോ. ഞാനിത് കൊടുത്തിട്ട് വരാം. ആ, ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടു. ഭാഗ്യത്തിന് അദ്ദേഹം എന്നെ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ നീ ആശുപത്രിയിലുള്ള വിവരം നാട്ടിൽ പാട്ടായനെ. ആരാ? നിന്റെ ഗുരു രാമസ്വാമി ഭാഗവതർ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലായി. വിവരങ്ങളെല്ലാം ഭാഗവതർ അറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കും. കാര്യം അസുഖമൊന്നുമില്ല എന്നുള്ളത് നമുക്കല്ലേ അറിയൂ. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നമുക്ക് അനുഗ്രഹം വേണം. എന്താ പോരെ? ഞാൻ ഇറച്ചി വെട്ടുന്ന താളത്തിലെ വായിക്കാൻ പറ്റുള്ളൂ ഈ ചെണ്ട നിനക്കൊക്കെ. മനുഷ്യനെ മനസ്സമാധാനായിട്ട് ഇറച്ചി വെട്ടി ജീവിക്കാൻ സമ്മതിക്കില്ല അച്ഛാ. ഞങ്ങൾ പഠിക്കണ കുട്ടികളാ. ആ, മര്യാദക്ക് ജനാലയൊക്കെ അടച്ചോളണം. ഇനി ഇവിടുന്ന് സാധന അക്ഷരം കേട്ടായിട്ടില്ല. എന്താ കാർലോസ് ഇത്? ഇതൊരു സരസ്വതി ക്ഷേത്ര.
ഇവിടെ കത്തിയും ചോരയായിട്ടൊക്കെ കയറി വരാന്ന് വെച്ചാ ഹൈ ഒന്ന് വേഗം ഇറങ്ങി പോവുക. ഞാൻ പോയിക്കോളാം. പക്ഷെ സാമിയുടെ അച്ഛൻ ഉണ്ടക്കാരനല്ലേ, അവൻ ആള് തരിയിടാൻ കേട്ടോ. അവൻ കാരണം എന്റെ പേരെല്ലാം മുറിഞ്ഞേ. എങ്ങനെ? ആ പിശാചിന്റെ താളം ശരിയല്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കാർലോസ് തൽക്കാലം ഒന്ന് ഇറങ്ങി പോവുക. ഏറ്റല്ലോ. എനിക്ക് എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാ പറഞ്ഞേ. ആ. ആ കണ്ണാലി, എത്ര നേരമായി നിന്നെ തിരക്കണമെന്ന് അറിയോ? തോല് കൊണ്ട് കൊടുക്കാൻ വേണ്ടി നീ ഇവിടെ വന്ന് പാട്ട് കേട്ട് നിൽക്കേ. നടക്കണ ശവി അങ്ങട്. സാമ്പാർ, ഇറച്ചിക്കറി, അപ്പനും മോനും 2 തരത്തിലുള്ള കറികൾ വെച്ച് വിളമ്പായി എനിക്ക് ബുദ്ധിമുട്ടാ. ഇങ്ങനെയാണെങ്കിൽ വീട്ടു ജോലിക്ക് വേറെ ആളെ നോക്കോ. എന്തൂട്ട് ചെയ്യാനാ എന്നെ ചേർത്തിയാലേ? ഇവൻ നമ്പൂരിശനല്ലേ ഇറച്ചി മീനും കൂട്ടാണ്ടിരിക്കാൻ. ഷാബി, ഓരോ കുട്ടികൾ നല്ല മൂരിയുടെ നാക്കും കള്ളം തേടി നടക്കാണ്. കശാപ്പുകാരന്റെ മോനായിട്ട് ഈ കന്നാലിക്ക് അതൊന്നും വേണ്ട. എന്തൂട്ടാ ചെയ്യാ? കുട്ടികളായ എല്ലാം തിന്നു പഠിക്കണം. കൂട്ടിയാ കൂടില്ല. ആണും പെണ്ണുമായിട്ട് ആയുള്ള ഒരുത്തനാ. ചെണ്ടക്കോല വീടിനടുത്ത് വായിട്ട് നോക്കി നിൽക്കും. അല്ലാണ്ട് ഈ കന്നാലിനെ കൊണ്ട് എന്തുട്ടാ ഉപകാരം? അപ്പോഴേ നാളെ വെളുപ്പിനെ എഴുന്നേറ്റ് എന്റെ കൂടെ ഇറച്ചിക്കടയിലേക്ക് വന്നോളണം. ഇല്ലെങ്കിൽ തണുത്ത വെള്ളം തലയിലേക്ക് ഊറ്റി ഞാൻ പറഞ്ഞില്ലേന്ന് വേണ്ട. നോക്കിയിരിക്കാണ്ട് വാരി വലിച്ച് അങ്ങോട്ട് തിന്നടാ. തിന്നടാ മൂരി. മുറുക്കി പിടിച്ചോളണം കേട്ടോ, കിടന്ന് തുള്ളും.